പിന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ചെയ്യണ ഞാൻ മാത്രം നരകത്തേക്ക് ഇത് വന്ന് കണ്ട് ബാഡ് കമൻ്റ് ഇടുന്ന ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ട് ഇതിന് മോശം ബാഡ് കമൻ്റ് ഇടുന്ന നിങ്ങളൊക്കെ സ്വർഗത്തേക്കും അല്ലേ? എന്താലേ? ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ നമുക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ. പിന്നെ ഞാനിന്ന് വന്നിട്ടുള്ളത് ഉള്ള കാര്യം പറയാൻ തന്നെയാണ് കേട്ടോ, ഇല്ലാത്തൊന്നുമല്ല. പിന്നെ ഒരു ആളിങ്ങനെ ബാഡ് കമൻ്റ് ഇട്ടു എന്ന് ഇങ്ങനെ പറഞ്ഞ് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ച് വീഡിയോ ചെയ്തില്ലേ, അപ്പം അതിൻ്റെ ബാക്കി പറയാനാണ്. പിന്നെ എനിക്ക് ഏതായാലും ഒരു കണ്ടൻ്റായി. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ വാട്സപ്പൊക്കെ വിട്ടുങ്ങാണ്ട് വായിതാ പേടി എൻ്റെ വീഡിയോ കണ്ടു. ഞാൻ എൻ്റെ വീഡിയോ കാണുന്നത് കമൻറ്റ് വായിക്കാനായിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ തുറക്കണത് പറഞ്ഞു. അപ്പം ഞാൻ ഓളോട് പറഞ്ഞു, എന്നാൽ കമൻറ്റ് വായിക്കണ വീഡിയോ തുറക്കണ എൻ്റെ നല്ല റിപ്ലൈ വെച്ച് കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ റിപ്ലൈ കൊടുക്കാൻ എൻ്റെ സുഹൃത്തുക്കളാണെങ്കിൽ അവർക്കൊക്കെ മടിയാണ്. അതിനൊരു റിപ്ലൈ കൊടുത്താൽ മതി പറയണവരോട്. ഇതിൽ ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട് സന, സുഹറ, പിന്നെ മുഹമ്മദ് ഷാമിലും സനിയും സുഹറയും നല്ല റിപ്ലൈ അതിന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമായി. സന പറയുന്നുണ്ട്, പിന്നെ എടി പോടി എന്നൊക്കെ നിൻ്റെ വീട്ടിലുള്ളവരെ പോയി പറയാന്ന് പറയുന്നുണ്ട്. അതിന് സനക്ക് ഒരുപാട് താങ്ക്സ്. ഒരാളെങ്കിലും ആ പിന്നെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് പ്രതികരിച്ചൊരു കമൻറ്റ് ചെയ്തല്ലോ. സനക്ക് ഒരുപാട് താങ്ക്സ്. പിന്നെ എടി പൊടി എന്നൊക്കെ നിൻ്റെ വീട്ടിലുള്ളവരെ പോയി വിളിക്കുമെന്ന് പറയുന്നുണ്ട്. അതിന് ഒരുപാട് താങ്ക്സ് ഇട്ട് എനിക്ക്. അതുപോലെ തന്നെ മുഹമ്മദ് ഷാമിൽ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് കമൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഷംനയാണെങ്കിൽ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓര് പറയുന്നുണ്ട് നമ്മളിപ്പോൾ അവിടെ ഇവിടെയൊക്കെ കാട്ടിയിട്ടാണ് വീഡിയോ ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്. ഓര് എവിടെയൊക്കെയാണ് കാണുന്നത് അള്ളാഹ്ക്ക് അറിയാം, ഒരിക്കലും പഠിച്ചവനെ അതൊക്കെ അറിയുള്ളൂ. അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മുഹമ്മദ് ഷാമിലിന് ഒരുപാട് താങ്ക്സ്. പിന്നെ സുഹ്റ ബ്ലോഗും പറയുന്നുണ്ട് നല്ല കമൻറ്റ്. സുഹ്റ ബ്ലോഗ് പറഞ്ഞിട്ടൊരു യൂട്യൂബർ അതിൽ കമൻറ്റ് തന്നിട്ടുണ്ട്. സുഹ്റ ബ്ലോഗിന് ഒരുപാട് താങ്ക്സ്. എന്നെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. ഇത് ഞാൻ വന്നിക്കണത് എന്തിനാണെന്നറിയോ? അതിൽ പറയുന്നുണ്ട് എനിക്ക് മരിച്ചു പോകണ്ടേ, പിന്നെ എനിക്ക് ഖബറിൽ പോയി കിടക്കണ്ടേ, എനിക്ക് മരിച്ചു പോകാൻ പേടിയില്ലേ പറയുന്നുണ്ട്. പൊന്നാര മക്കളെ, ഈ ബാഡ് കമൻറ്റ് എന്നാൽ ഞാൻ മരിച്ചു പോണി നിങ്ങളെന്തിനാ പേടിക്കണ്? നിങ്ങൾ എവിടെയോ കിടക്കണ്, ഞാൻ എവിടെയോ കിടക്കണ്. ഞാൻ ഇവിടുന്ന് മരിച്ചു പോകണത് ചിലപ്പോൾ നിങ്ങൾ അറിയുന്നല്ല. ഞാൻ മരിച്ചു പോണീനും നരകത്ത് കിടക്കണീനും നിങ്ങളെന്തിനാ വെറുതെ ബേജാറാണ്? ഞാൻ അത് ആലോചിച്ച് നോക്കണത്. നിങ്ങളെ വീട്ടിലുള്ളവരെ നന്നാക്കാൻ നോക്കിട്ടോ. നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും നന്നാക്കാൻ നടക്കണില്ലേറെ എത്രയോ നന്നു. നിങ്ങളെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ നന്നാക്കുകയാണെങ്കിൽ എന്നാൽ ഈ ലോകം തന്നെ നന്നാവും. നിങ്ങളെ വീട്ടിലുള്ളവർ നന്നായ ഈ ലോകം തന്നെ നന്നാവും. ഞാൻ എന്തായാലും ഇതിലേറെ നന്നാകാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എന്തെന്നെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ട് മരിച്ചു പോകണ്ടേ, അങ്ങനെ പോകണ്ടേ, ഇങ്ങനെ പോകണ്ടേ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. എനിക്കറിയില്ല അതൊന്നേ. പോയി നിസ്കരിക്കടി, പോയി ഓതടി. ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പോയി കണ്ട് എന്നോട് നിസ്കരിക്കാനും ഓതാനോ? ഞാൻ എനിക്കെൻ്റെ ആവശ്യത്തിന് അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനത് ചെയ്യണില്ല, നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമോ? നിങ്ങൾ ആരാണ് ഈ ബാഡ് കമൻറ്റ് ഇടുന്നവർ ചെയ്യിപ്പിക്കുമോ? പിന്നെണ്ടല്ലോ, എനിക്കറിയില്ലേന്നു കേട്ടോ അങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലേന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, താത്ത അങ്ങനെ ബാഡ് കമൻറ്റ് ഇടുന്ന ആൾക്കാരെ അതിൽ ബ്ലോക്ക് ചെയ്തല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓപ്ഷൻ നോക്കുമ്പോൾ അവരെ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവർക്ക് നമ്മളെ വീഡിയോ കാണാൻ പറ്റും, പക്ഷെ കമൻ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരിപ്പോൾ ഈ പറഞ്ഞ ഇവരൊക്കെ ഇങ്ങനെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടാവും, കാണാതിരിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം നമ്മളെ നോട്ടിഫിക്കേഷൻ ചെല്ലണോട് കൂടി എനിക്ക് ആദ്യത്തെ ബാഡ് കമൻറ്റ് ഈ ബാഡുകളാണ് ഇടുന്നത്. അപ്പോൾ ഓരെ കണ്ടിട്ടുണ്ടാവും. ഞാൻ എന്തായാലും നിസ്കരിക്കാനോ ഓതാനൊന്നും നിങ്ങൾ എന്നെ പറഞ്ഞ് പഠിപ്പിച്ച് തരണ്ട കേട്ടോ. നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണതും പറയുന്നതും നിങ്ങളെ കുടുംബത്തിലുള്ളവരോട് തന്നെ ചെയ്ത് പറഞ്ഞോളി. ഒരു ചിലപ്പോൾ നേരത്തിലൊന്നും കാലത്തിലൊന്നും ചെയ്യുന്നുണ്ടാവില്ല. ഓരോടി ഒന്ന് പറഞ്ഞോളി. ഞാൻ എൻ്റെ വീട്ടിലും നാട്ടിലും സമൂഹത്തിലും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ ഇതിപ്പോൾ സോഷ്യൽ മീഡിയ ആണ് വിചാരിച്ചിട്ട് ഇവിടെ ഞാനൊരു വലിയൊരു നിസ്കാരക്കാരത്തി മൂതുന്ന ആളൊന്നും ആണില്ല. അവിടെ ഇവിടെ എന്നും ഞാൻ ഒരേപോലെയാണ് അള്ളാൻ്റെ മുന്നിൽ. പിന്നെ ഇപ്പം നമ്മൾ നരകത്ത് പോവാൻ ഞാനൊരാളെ കൊല്ലണില്ല, ദ്രോഹിക്കണില്ല, ഒരാൾക്ക്
എന്താ പറയുക, ഒരാളെ ദ്രോഹിക്കുക, ഒരാളെ ഉപദ്രവിക്കുക, ഒരാളെ മാനസികമായി വേദനിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യണ പോലെ എന്തായാലും നരകത്ത് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണത് ഈ ബാഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളാണ് അങ്ങോട്ടുള്ള ഈ നരകത്തേക്കുള്ള ആൾക്കാർ നിങ്ങളാണ് കേട്ടോ. അല്ലാതെ ഒന്നും നിങ്ങൾ എന്നെ പറഞ്ഞ് നന്നാക്കാൻ നോക്കണ്ട. പിന്നെ എന്തൊക്കെ ഉണ്ട് വർത്താനം, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ എന്താ പറയുക, കുഞ്ഞാനെയൊക്കെ പറഞ്ഞു ഇതിനെപ്പറ്റി ഇനി വീഡിയോ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുഞ്ഞാനെ കണ്ടാണ് ഒരു പ്രാവശ്യം കൂടി ഞാൻ ചെയ്യട്ടെ. എനിക്ക് സപ്പോർട്ട് പറഞ്ഞ ആൾക്കാരുണ്ട്, സന ഉണ്ട്, മുഹമ്മദ് ഷാമിലുണ്ട്, സുഹറ ബ്ലോഗ് ഉണ്ട്, പിന്നെയുണ്ട് കേട്ടോ. എനിക്ക് ഇത് പേര് ഓർമ്മയില്ല. പിന്നെ ആരൊക്കെ അതിൽ നല്ലത് സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അങ്ങനെയാണ് ഒരു പിന്നെ വീട്ടിലുള്ള ആൾക്കാരെ അങ്ങനെയാവും കാണുന്നത്, ഉമ്മയും പെങ്ങന്മാരും ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ നല്ല സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. എല്ലാവരും പേര് ഓർമ്മ എൻ്റെ മനസ്സിലില്ലാത്തതുകൊണ്ട് ഇത്രയും ആൾക്കാരെ പേര് ഞാൻ പറയണത്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഞാനിങ്ങനെ വീഡിയോ ചെയ്യണത് നരകത്തിലാണീന് ഇന്നേക്കാളും ടെൻഷനാണ് ഈ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാർക്ക്. അപ്പോൾ ഓലൊരു കാര്യം ചെയ്യും, എനിക്ക് കുറച്ച് പൈസ അങ്ങോട്ട് തരും. അപ്പോൾ എൻ്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ അതുകൊണ്ട് നടത്തട്ടെ. എന്നാൽ പിന്നെ ഞാൻ ഈ സോഷ്യൽ മീഡിയ നിർത്തിക്കോളാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾ ചോദിച്ചോളി. എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഞാൻ തരാം കേട്ടോ. എനിക്ക് കുറച്ച് പൈസക്ക് അത്യാവശ്യമുണ്ട്. കാരണം എന്താണെന്നറിയോ, ഞാൻ കുറച്ച് ലോണൊക്കെ എടുത്തിക്കണം ബാങ്കിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ പലിശയൊക്കെ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പലിശൻ്റെ കാര്യം കേട്ടാൽ ബാങ്കിൽ നിന്ന് ഇങ്ങനെ വരും, പലിശ വാങ്ങാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. പലിശ വാങ്ങാനും കൊടുക്കാനും പാടില്ലെങ്കിൽ ഈ പച്ചപ്പാവങ്ങൾ എന്താ ചെയ്യുക? ഓർക്കിത് വാങ്ങും കൊടുക്കുമല്ലാതെ ഒരു നിവർത്തിയില്ലല്ലോ. 1000 രൂപ കയ്യിൽ തികച്ചില്ലാത്ത ആൾക്കാർക്ക് ലോൺ എടുക്കാല്ലാതെ ഒരു നിവർത്തിയില്ല. ഞമ്മക്കും അറിയാം ലോൺ എടുക്കണ മൂല്യന്മാരൊക്കെ ഇഷ്ടം പോലെ ഞമ്മക്കും അറിയാം. ലോൺ എടുത്തുങ്ങാണ്ട് ലോൺ അടച്ചു വീട്ടണ, ലോണിന് പലിശ കൊടുക്കണ മൂല്യന്മാരൊക്കെ ഞമ്മക്ക് ശരിക്കും അറിയാം. അപ്പോൾ അതേമാതിരി തന്നെയാണ് നമ്മളും. ഒരു നിവൃത്തികേട് വന്നാൽ മൂല്യന്മാരെല്ലാവരും എടുക്കും ലോണ്. പൈസക്കുണ്ടൊരവസ്ഥ വന്നാൽ ലോൺ എടുത്തു പോകും. നമുക്കറിയായിട്ടൊന്നല്ല കേട്ടോ. പിന്നെ എന്തൊക്കെ ഉണ്ട് വർത്താനം, എല്ലാവർക്കും സുഖമല്ലേ? ഇങ്ങനെ ഒരു വീഡിയോ കൂടി എനിക്കിപ്പോൾ ഇങ്ങനെ അവിടെ ഇരുന്നപ്പോൾ തോന്നി, സനനോടൊരു താങ്ക്സ് പറയണം തോന്നി. കാരണം സന എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. വീട്ടിലുള്ളവരെ പോയിട്ട് എടി കൂടി എന്നൊക്കെ വിളിച്ചു വന്നു. ആ തൻ്റെ ഉണ്ടല്ലോ, അതിന് ഞാൻ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം അങ്ങനെ പറയണം. നമ്മുടെ സ്ത്രീകളെ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സ്ത്രീകൾക്ക് നേരെ ഇങ്ങനെയുള്ള ഞരമ്പന്മാർ ഓരോരോ ബാഡ് കമൻറ്റ് പറയുന്നുണ്ടെങ്കിൽ അതിന് പ്രതികരിക്കാൻ ചങ്കൂറ്റം കാണിക്കുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർക്കാണ് ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ടെറസിൻ്റെ മുകളിലാണ്. താഴത്തേക്ക് പോട്ടെ, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങോട്ട് ഇറങ്ങി വന്നതാണ്. അപ്പോൾ അതാ നമ്മളെ മാവ് ഇപ്രാവശ്യം പൂത്തിട്ടില്ല. മാവ് പൂക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അടിയിൽ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. റോട്ടിൽ കൂടെ ഓട്ടോറിക്ഷ പോണത് കാണുന്നുണ്ടോ? നമ്മളെ തോട് അവിടെ ഉണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെ പോണ്. പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ നമുക്കിവിടെ സുഖം തന്നെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ ഇങ്ങനെ ബാഡ് കമൻറ്റ് ഇടുമ്പോൾ നമുക്കതൊരു എന്താ പറയുക, നമുക്ക് ഓരോ കണ്ടൻറ്റ് കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ ചെയ്യും. അപ്പോൾ കണ്ടോ നോക്കി, നമ്മളെ ഇരുമ്പമ്പുളി കണ്ടോ? ഇതൊക്കെ ഒന്ന് കണ്ടോക്കി. ഇവിടെ ഇതിൻ്റെ ചോട്ടിൽ നിറച്ച് ഇരുമ്പമ്പുളി തൂങ്ങി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കാണുന്നുണ്ടോ എന്നറിയില്ല. അതാ കൊലയായിട്ട് തൂങ്ങിക്കുന്നുണ്ടോ? പിന്നെ ഇരുമ്പമ്പുളി ഒരു പരിധിയിൽ അപ്പുറം കഴിച്ചാൽ കേടാണെന്നൊക്കെ പറയും. പിന്നെ അതാ നമ്മളെ ഈ മൂച്ചിമ്മ മാങ്ങ ഉണ്ടായിട്ട് എല്ലാവർക്കും ഞാൻ തരുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ഞാൻ തരുന്നുണ്ട് കേട്ടോ മാങ്ങ. നിങ്ങൾക്ക് എല്ലാവർക്കും തരാനാണ് എനിക്ക് ആഗ്രഹം. എല്ലാവരും ഇങ്ങോട്ട് വന്നതുകൊണ്ട്. പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷം? നമ്മളെ റംബുട്ടാൻ്റെ മരം ഇവിടെ തഴച്ച് വളർന്ന് ഇപ്പോൾ ടെറസ് നമുക്ക് ഇങ്ങോട്ട് കുത്തിയിട്ടുണ്ട്. അതിന് ഇഷ്ടംപോലെ ഫ്രൂട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മലഞ്ചാമ്പ ഉണ്ടോ, അതിനും തന്നെ ഇഷ്ടംപോലെ ഫ്രൂട്ട് ഉണ്ടാകുന്നുണ്ട്. വലിയ ചാമ്പ, അതിന് ഫ്രൂട്ട് ഉണ്ടാകുന്നുണ്ട്. പൂക്കാനുള്ള പുറപ്പാടാണ്. ചെറിയ പൂക്കളാണ് ഇപ്പോൾ കാണാനായിട്ടില്ല. ഞാൻ കാണിച്ച് തരണ്ട് കേട്ടോ. അല്ലാ, പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയ കണ്ടൻറ്റും കൊണ്ട് ഞാനിങ്ങനെ വരട്ടെ. ഞാൻ എൻ്റെ വീഡിയോയും കുറച്ചൊക്കെ കയറട്ടെ. ഇങ്ങനെയുള്ള ബാഡ് കമൻറ്റും കൊണ്ട് വരുമ്പോൾ കുറച്ചൊക്കെ വീഡിയോ നമ്മളത് കയറും. അല്ല, നല്ല രസം. പിന്നെ എൻ്റെ ഖബർക്ക് ഞാനാണ് പോണത്. ആ ഖബറിൻ്റെ കാര്യം പറഞ്ഞ് കമൻറ്റ് ഇട്ടോലോട് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ വന്ന് കണ്ട് പെണ്ണുങ്ങളെ വീഡിയോ കാണല്ലേ? അതൊന്നും നരകത്തേക്ക് പോണ കാര്യമല്ല. ഞാൻ ഈ വീഡിയോ ചെയ്യണം, ഞാൻ മാത്രമാണ് നരകത്തേക്ക് പോണത്.